ഇന്ന് നമ്മളൊരു ജാക്കി റിപ്പയറിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളുടെ അതിൻ്റെ ഫ്രെയിമിൻ്റെ അടുത്ത്, അതായത് ഫ്യുവൽ വീലിൻ്റെ അവിടെ ഫ്രെയിം അങ്ങനെ വളഞ്ഞിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇതിങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഞ്ജുവിനോടും ചോദിക്കാം, ഇതെന്താണ് ഇങ്ങനെ വളയാനുള്ള കാരണം? ഇത് വളയാനുള്ള കാരണം ഒന്നില്ലെങ്കിൽ സർഫസ് ലെവലല്ലെങ്കിൽ വരാം, അല്ലെങ്കിൽ ഓവർ ടണ്ണേജ് ഉള്ള വെഹിക്കിളോ അല്ലെങ്കിൽ ഐറ്റം പൊക്കിയാൽ ഇങ്ങനെ വളഞ്ഞ് ഫ്രെയിം ഇങ്ങനെ വളഞ്ഞ് കയറാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ റിക്വയർഡ് ടണ്ണേജ് കൂടുതൽ. പക്ഷെ 3 ടണ്ണാണല്ലോ ഇത് കമ്പനി പറയുന്നത്. 3 ടണ്ണാണെങ്കിലും ഈ ട്രോളി ജാക്കുകളൊക്കെ എപ്പോഴും ലോഡില്ലാത്ത അൺലോഡൻ വണ്ടികൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ലോഡുള്ള ഒരു വണ്ടി ട്രോളി ജാക്ക് വെച്ച് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ റോഡിന് അല്ലെങ്കിൽ ഇപ്പം ഈ പ്ലാറ്റ്ഫോമിൻ്റെ ലെവലിനനുസരിച്ച് ഇവിടെയൊക്കെ ജാക്കി റോൾ ചെയ്യുമ്പോൾ ആ റോളിനനുസരിച്ച് പാരലൈസ് ചെയ്തോ അല്ലെങ്കിൽ വെർട്ടിക്കലി പൊങ്ങുമ്പോൾ ഈ ജാക്കി ചരിയാനോ പാടില്ല. അങ്ങനെയൊക്കെ ഇത് സംഭവിക്കും. അല്ല, ഈ 3 ടൺ കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകളെല്ലാവരും തന്നെ 3 ടൺ മിനിമം പൊങ്ങില്ലേ എന്നാണ് ചോദ്യം. അതേപോലെ ഈ വളവൊന്നും ഈ വളവ് ശരിക്കും ഓവർലോഡ് വന്നത് കൊണ്ടാണോ? അല്ല, അതെ, 3 ടൺ എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ 3 ടൺ 5 ടൺ വരെയും കപ്പാസിറ്റി ബോട്ടിലിനുണ്ട്. പക്ഷേ ഈ കാണുന്ന ഫ്രെയിമുകൾക്കൊന്നും 5 ടണ്ണോ അല്ലെങ്കിൽ 2 ടണ്ണിൽ കൂടുതൽ മാക്സിമം പിടിക്കാനുള്ള സ്ട്രെങ്ത് ഇല്ല ഇതിനൊന്നും, മനസ്സിലായ? അതുപോലെ ഈ വീലുകളൊക്കെ പൊട്ടിപ്പോകും. ഈ ഫ്രെയിമിനൊന്നും 2 ടണ്ണോളം താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. 2 ടൺ ജാക്കിയാൽ 3 ടൺ പൊക്കിയാൽ 1 ടൺ പൊക്കിയാൽ തന്നെ ലോഡെല്ലാം തന്നെ ഈ വീലില്ല. ഈ വീലിലാണ് ഈ ജാക്കി സ്റ്റാൻഡ് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പൊ ഈ വീലിന് ടണ്ണേജ് കപ്പാസിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ടണ്ണേജ് 3.5 ടണ്ണൊക്കെ പറഞ്ഞാൽ ജാക്കി അടിച്ചെടുക്കാൻ എന്താണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. അതിന് ആ 3.5 ടൺ കപ്പാസിറ്റി ക്യാരി ചെയ്യാൻ പറ്റിയ ഫ്രെയിം ഈ ജാക്കിക്ക് വേണം. നിലവിൽ ഇപ്പോൾ ഒരു നിസാൻ അത്രയുള്ള ഒരു വണ്ടി 5 ടൺ ജാക്കിയാണ് സർവീസ് സെൻ്ററിൽ ഉപയോഗിക്കുന്നത്. നിസാൻ ശരിക്കും പറഞ്ഞാൽ 3 ടണ്ണൊന്നും കഴിവില്ല. ഈ സർവീസ് സെൻ്ററിൽ തന്നെ 5 ടൺ കപ്പാസിറ്റി ജാക്കിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ടോൾസുകളൊക്കെ ആണെങ്കിൽ 10 ടൺ കപ്പാസിറ്റിയുള്ള ട്രോളി ജാക്കാണ് പോകുന്നത്. 10 ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജാക്കിനേക്കാളും ഒരു 5 ഇരട്ടി ലെങ്ത് വരും. അതിൻ്റെ 10 ടൺ ജാക്കിന് ഫ്രെയിം ഭയങ്കര വലിയായിരിക്കും. അതിനുള്ള ജാക്കി 10 ടൺ ജാക്കിന് നീളം ലെങ്ത്ത് ഈക്വലാണെങ്കിലും ഫ്രെയിം അത്രയ്ക്ക് സ്ട്രെങ്ത് ഉള്ളതായിരിക്കും. അപ്പോൾ ജാക്കിയുടെ ഫ്രെയിമിൻ്റെ സ്ട്രെങ്ത് ജാക്കി ഉപയോഗിക്കാൻ പാടില്ല. ഇത് പറയുന്ന പ്രകാരം ഗരാഷുകളിൽ ഉപയോഗിക്കുമ്പോൾ കാലുവണ്ടി പൊക്കാനും അത് മാത്രമേ ഉപയോഗിക്കാൻ പാടൂ. ലോഡ് ടൈമിലോ അല്ലെങ്കിൽ അല്ലാത്തവർ ആദ്യം ഇറങ്ങിയ സൈഡിൽ റിലീസ് ചെയ്യുന്ന അതുപോലെ ജാക്കികളുടെ സ്ട്രെങ്ത്തുള്ള ഒരു ബോഡിയുള്ള ജാക്കികൾ ഉപയോഗിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ പോകും. ഇത്ര ഈ ടോറിൻ്റെ ജാക്കികളൊക്കെ ഈ വീലുകളൊക്കെ എപ്പോഴും പെട്ടെന്ന് പൊട്ടുന്നതാണ്. എപ്പോഴും അതുമല്ലാതെ ഈ വീലുകൾക്കൊക്കെ ലൂബ്രിക്കേഷൻ നിർബന്ധമുണ്ട്. നമുക്കൊരു ചെറിയൊരു അളവിലൊരു ഗ്രീസോ അല്ലെങ്കിൽ ഓയിൽ കൊടുക്കാനാണെങ്കിൽ സ്ഥിരം കൊടുക്കേണ്ടത്. ഗ്രീസൊക്കെ ആണെങ്കിൽ വല്ല മാസത്തിലോ അതൊക്കെ കൊടുക്കുക. വീലൊക്കെ ഒന്ന് ഫ്രഷാക്കിയിട്ടുണ്ടെങ്കിൽ വീലുകൾക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ടൈപ്പ് ജാക്കികളുടെ വീലുകൾക്ക് നല്ല വിലയുണ്ട്. അത് കിട്ടാനുമില്ല, കിട്ടണമെങ്കിൽ നല്ല വിലയുണ്ട്. ഈ വീട് കാണുമ്പോൾ ഇത്ര വിലയുണ്ടാവും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമില്ല. പ്രതീക്ഷിക്കാത്ത വിലയുണ്ട് ഇതിൻ്റെ വീലുകൾക്ക് വരുന്നത്. അത് ഒറിജിനൽ വീലുകൾക്കൊക്കെ അതാണ്. ലൂബ്രിക്കേഷൻ എപ്പോഴും വീലുകൾക്ക് കഴിക്കുന്നുണ്ട്. അത്ര കൊല്ലത്തോളം ആ സാധനം കിട്ടും. അതെ, ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ 6 മാസം കൊണ്ട് വീല് വരും. അതേ സമയം ഒരാഴ്ചയുടെ മാസത്തോളം ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ 6 കൊല്ലം നിൽക്കും. അതെ, ഈ കോട്ടൺ വേസ്റ്റ് ഒക്കെ കയറിയിട്ട് ഇത് സ്ട്രക്കായിട്ട് സ്ട്രക്കായി കഴിഞ്ഞാൽ വീലിൻ്റെ സൈഡ് തേഞ്ഞ് അതെ, അത് വീല് തേഞ്ഞ് കഴിഞ്ഞ് പിന്നെ ബോട്ടിലിൻ്റെ അടി വരെയും നിലത്ത് കിടന്ന് പറയും. ഫ്ലോറിൽ കിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിലിൻ്റെ അടി എൻ്റെ ഒരു സീറ്റിംഗ് ഉണ്ട്. ആ സീറ്റിംഗ് തേഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജാക്കി ലാപ്സാണ്. ആരും തന്നെ ഇവ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. വില കൊടുത്ത് വാങ്ങിക്കും, അത് കഴിഞ്ഞ് കംപ്ലൈൻറ്റ് വരുമ്പോൾ ഇങ്ങനെ നന്നാക്കാൻ ശ്രമിക്കും. റിപ്പയറിന് തന്നെ എല്ലാവരും ഞാൻ പറയും, നിങ്ങളുടെ പണിയായുധമാണ്. അതെ, അതിന് ഞാൻ അഭിപ്രായം പറയുന്ന ആളല്ല. നമ്മൾക്ക് പണിയുമ്പോൾ നമുക്ക് കാണാൻ ദേഷ്യം. അത് ഞാൻ എല്ലാവരും പറയുന്നു. അതെ, എന്നാലും ഇട്ടിട്ട് വന്നു കഴിയുമ്പോഴും ഈ വീലൊക്കെ ഡ്രൈ ആയിട്ട് ഗ്രീസ് അതേ ഇളക്കമായിട്ടാണ് തരാറ്. അതെ, പരമാവധി ലൂബ്രിക്കേഷൻ ചെയ്താണ് വീട് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ജാക്കി റിപ്പയർ ചെയ്യുന്ന ആൾ തന്നെ പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇത്
ഒരു നല്ല ഉപദേശമായി എടുത്തിട്ട് നിങ്ങളിതെല്ലാം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവനും നമ്മുടെ പണിയായുധമാണിത്. അത് അറിവുള്ളവർ പറഞ്ഞു തരുമ്പോൾ ആ രീതിയിലെല്ലാം ചെയ്യുന്നത് നമ്മളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വളരെ സഹായിക്കും. താങ്ക് യു.